ഈ സാരിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡീറ്റെയിൽ എന്താണെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും അങ്ങോട്ട് കൺഫ്യൂഷനാണ്. അതിൻ്റെ ഓരോ ഫാക്ടേഴ്സും. ഫസ്റ്റ് ഞാൻ കാണിച്ച ഈ ഒരു പല്ലുവിൻ്റെ ഡീറ്റെയിലിങ് നല്ല രസമായിട്ട് പല്ലുവിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്തേക്കുന്ന ഒരു ടാസൽ ഡീറ്റെയിലിങ് വന്നിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലിലാണ് അത് ചെയ്തേക്കുന്നത്. നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ ഫസ്റ്റ് ടൈം സാരി വെയറേഴ്സിനുമൊക്കെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. ആൻഡ് ഗ്രാൻഡ് ആയിട്ടുള്ള ലുക്കിൽ നമുക്കൊരു വെഡ്ഡിങ്ങിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനും ഭയങ്കര രസമാണ്. റെഡിഷ്, ഒരു ബ്രിക്ക് ഓറഞ്ച് അങ്ങനത്തെ ഉള്ള ഒരു ടോൺ ചെറുതായിട്ട് വന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ്റെ കൂടെ വയലറ്റാണ് പെയർ ചെയ്തിരിക്കുന്നത്. നല്ല ഡാർക്ക് പേർപ്പിൾ, വയലറ്റിനെക്കാട്ടിലും മിക്കവും ഡാർക്ക് പേർപ്പിൾ എന്ന് പറയണം. ലൈറ്റ് ഗോൾഡൻ സരിയിൽ വീവിങ് പാറ്റേണും കൂടെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. റിയലി പ്രിട്ടി ഡീറ്റെയിലിംഗ് ആണ് അതിനകത്ത്, ആ ഒരു ബോർഡേഴ്സിനകത്ത് കൊടുത്തേക്കുന്നത്. ബ്ലൗസും നല്ല ഭംഗിയായിട്ട് ഈ ഒരു സിംഗിൾ ഷെയ്ഡിൻ്റെ അകത്ത്, കോൺട്രാസ്റ്റിൽ സിംഗിൾ ഷെയ്ഡിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ബ്ലൗസാണ്. അതിനകത്ത് നമുക്ക് ഈ ഒരു ബോർഡർ മാത്രമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ബോഡിയിൽ പ്ലെയിൻ ആയിട്ടുള്ള ബോഡിയാണ്. അപ്പോൾ നമുക്ക് ഒരു ജ്വല്ലറി ഒക്കെ പെയർ ചെയ്യുമ്പോഴാണെങ്കിലും ഒന്ന് ലോ ആയിട്ട് നമ്മൾ അതിനെ വെയർ ചെയ്യുമ്പോൾ, നമുക്ക് സാരി ഒന്ന് ലോ ആയിട്ട് വെയർ ചെയ്യാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ, നല്ലൊരു നെക്ക് പീസ് ഒരു ക്രൂ നെക്കിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ നെക്ക് പീസിനെ ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ ആ ഭംഗി, ആ സാരി അതിൻ്റെ കൂടെ തന്നെ നിൽക്കുകയും ചെയ്യും. ആ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ലുക്കിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ലുക്കാണ്. 4899 റേഞ്ചിൽ ടസർ ഫിനിഷിൽ വന്നിരിക്കുന്ന ബനാറസി സ്റ്റൈൽ. ബോഡിയിലും ഫുൾ ബൂട്ടാസ് വന്നിട്ടുണ്ട്. മൊത്തത്തിൽ ഇറ്റ്സ് വർത്ത് ദ പ്രൈസ് എന്ന് പറയാൻ പറ്റുന്ന ഒരു കളക്ഷനാണ് കേട്ടോ. NN 192 തൊട്ട് 196 വരെയുള്ള കോഡ്സിൻ്റെ അകത്ത് ഇതിൻ്റെ മൾട്ടിപ്പിൾ കളേഴ്സും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ കളേഴ്സും ഒന്ന് ചെക്ക് ചെയ്തോളാം കേട്ടോ. അപ്പം ഇതിൻ്റെ ബാക്കി ലുക്സും ഞാൻ ഡ്രേപ്പ് ചെയ്തിട്ടുള്ള വീഡിയോസും അവൈലബിൾ ആണ്. അപ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിൽ, ഞാൻ അപറയുമുള്ള ലുക്സ് ഉണ്ട് അതിനകത്ത് ആക്ച്വലി. അപ്പം അത് കാണണമെന്നുണ്ടെങ്കിൽ യു നോ വെയർ ടു ഗോ. നമ്മളുടെ അഹത്തിൻ്റെ പേജിൽ നമുക്ക് കൂടുതൽ വീഡിയോ കണ്ടൻറ്റ് നമ്മളുടെ ഫീഡ്സിലോട്ട് വരാനായിട്ട് യു വിൽ ഹാവ് ടു ഇൻട്രാക്ട് വിത്ത് ദ വീഡിയോസ്. നമ്മൾ ഏതൊക്കെ കണ്ടൻറ്റ് ഇൻട്രാക്ട് ചെയ്യുന്നു അപ്പോഴാണ് നമുക്ക് ആ സ്പെസിഫിക് ടൈപ്പ് ഓഫ് വീഡിയോസൊക്കെ നമ്മളുടെ ഫീഡ്സിൽ വരുന്നത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇപ്പം നമ്മളുടെ കസിൻസൊക്കെ ആയിട്ടൊരു വെഡ്ഡിങ് ഒക്കെ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എല്ലാവർക്കും ഒക്കെ പെയർ ചെയ്ത് വെയർ ചെയ്യാനുള്ള ഒരു ലുക്കും കൂടെ ഇത് ഭയങ്കര രസമായിട്ട് വരും കേട്ടോ. കളേഴ്സ് എല്ലാം ചെക്ക് ചെയ്തോളാം. www.aham.store. Right now I'm wearing NN 193, a beautiful color combination. 5,000 below റേഞ്ചിൽ നമുക്ക് സാരീസ് വേണം, കല്യാണത്തിനാണ് എന്നുള്ളൊരു കോൺസെപ്റ്റ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ആ ഒരു റിക്വയർമെൻറ്റ് വരുമ്പോഴത്തേക്ക് വൺ ഓഫ് യുവർ ബെസ്റ്റ് ഓപ്ഷൻസ് ആണല്ലോ ഞാൻ പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ദ കളർ. നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ വെഡ്ഡിങ്സിൻ്റെ മൂഡ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡ് കോമ്പിനേഷനാണ്. ആ ഒരു വയലറ്റ് ഷെയ്ഡിൻ്റെ കൂടെ നല്ല ഡീപ്പ് പേർപ്പിളാണ് കേട്ടോ, റാണി പിങ്ക് കോമ്പിനേഷൻ. ശരിക്കും നമ്മളുടെ ട്രഡീഷണൽ കോമ്പിനേഷൻസിൻ്റെ അകത്ത് നമ്മൾ എന്താ പറയുക, നമുക്ക് നന്നായിട്ട് നമ്മളൊന്ന് കാണും. എന്തായാലും നമ്മളൊരു ഫോട്ടോസിൻ്റെ അകത്ത് നിൽക്കുവാണെന്നുണ്ടെങ്കിലും, നമ്മളിങ്ങനെ നടന്ന് പോകുമ്പോഴാണെങ്കിലും നമ്മളെ പെട്ടെന്നൊന്ന് ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള ഒരു കളർ കോമ്പിനേഷനാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ ആ കളറിൻ്റെ കൂടെ ലൈറ്റ് ഗോൾഡൻ ബനാറസിയുടെ ആ ഒരു പ്യുവർ ബനാറസിക്കകത്ത് വരുന്ന ആ ഒരു ഷെയ്ഡ് തന്നെയാണ് നമുക്കിതിൻ്റെ അകത്ത് ലൈറ്റ് ഗോൾഡൻ ടോണിൽ. പിന്നെ അതിൻ്റെ ആ ഒരു ഇൻട്രിക്കറ്റ് ഡീറ്റെയിൽ ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ ഭംഗിയാണ്, അടുത്ത് വന്ന് നോക്കുമ്പോഴും അതിനെക്കാട്ടിലും ഭംഗിയാണ്. കാരണം അതിൻ്റെ ആ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് ഒക്കെ ശരിക്കും സ്റ്റണ്ണിങ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് ആണ്. പീകോക്ക് ആൻഡ് ബേർഡ് ഡിസൈൻസിൻ്റെ കൂടെ ആ ഒരു മൾട്ടിപ്പിൾ ലൈൻ ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നത് ഫുള്ള് ആ ഒരു കോൺട്രാസ്റ്റിൻ്റെ അകത്തോട്ട് വരുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു സെയിം സാരിയുടെ അതേ ഷെയ്ഡിൻ്റെ അകത്ത് വന്നിട്ടാണ് ഈ ഒരു ലുക്ക് വന്നിരിക്കുന്നത്. പിന്നെ ആ ഒരു ബോഡി ഫുള്ളായിട്ട് നന്നായിട്ട് ബ്രൈറ്റായിട്ട് തന്നെ നിൽക്കുന്ന രീതിയിലാണ് അതിൻ്റെ ആ ഒരു സർക്കുലർ മോട്ടീവ്സ് വന്നിരിക്കുന്നത്. ബോർഡറിൻ്റെ തന്നെ റിപ്പീറ്റാണ് നമുക്കതിൻ്റെ അകത്ത് പല്ലൂല് വരുന്നത്. ആൻഡ് അതിൻ്റെ ടു ഫിനിഷ് ഇറ്റ് ഓഫ് എക്സ്ട്രാ ടച്ച് ഓഫ് ഡീറ്റെയിലിംഗ്, ബീഡഡ് ആയിട്ട് വന്നിരിക്കുന്ന ഗോൾഡൻ ഡീറ്റെയിലിങ്ങും കൂടെ കൊടുത്തിട്ടുള്ള ടാസിലാണ് അതിനകത്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സെപ്പറേറ്റ്ലി അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നതാണ്. 4899 റേഞ്ചിൽ സെമി ടസറിൽ വന്നിരിക്കുന്ന ഈ ഒരു ലുക്കാണ്. ബ്ലൗസ് കോൺട്രാസ്റ്റ് ആണ്, പ്ലെയിൻ ബോഡി ആൻഡ് ഈ ഒരു സെയിം ബോർഡർ ഡീറ്റെയിലിംഗ് നമുക്ക് അതിൻ്റെ അകത്ത് ഫുൾ പിങ്കിൻ്റെ അകത്ത്, റാണി പിങ്കിൻ്റെ അകത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. NN 196 എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. പ്ലീറ്റഡ് ആയിട്ടുള്ള ലുക്കിനാണെങ്കിലും ഭയങ്കര ഗ്രാൻഡ് ആയിട്ടുള്ള ലുക്ക്. അപ്പോൾ കുറേ പേര് യങ്സ്റ്റേഴ്സ് കല്യാണങ്ങൾക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു പ്ലീറ്റഡ് ലുക്ക്
പ്ലീറ്റഡ് ലുക്ക് എപ്പോഴും നല്ലതാണ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ സാരി നമ്മൾ എപ്പോഴും ഉടുക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള ലുക്ക് നമ്മളത് പ്ലീറ്റഡ് ആയിട്ട് എടുക്കുവാണെങ്കിൽ യുവർ ഹാൻഡ്സ് വിൽ ബി ഫ്രീ ആൻഡ് അതിനകത്ത് പിന്നെ നമ്മൾ വറി ചെയ്യേണ്ടി വരത്തില്ല. അപ്പോൾ തട്ടമൊക്കെ എടുക്കാനാണെങ്കിലൊക്കെ അങ്ങനെ ഒരു ടീം കാണുമല്ലോ, ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പം ഈവൻ ഇതിൻ്റെ തന്നെ നമുക്ക് കളർ കോമ്പിനേഷൻസും ഒരുപാട് അവൈലബിൾ ആണ്. അപ്പം കസിൻസിന് എല്ലാവർക്കും ആയിട്ട് സെയിം ലുക്ക് മൾട്ടിപ്പിൾ കളേഴ്സിൻ്റെ അകത്ത് ചെയ്യാനാണെങ്കിലും ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ 4899 ടാസ ഫിനിഷിൽ വന്നിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ലുക്ക്. ലൈലാക് ടോപ്പ് വളരെ സട്ടിലായിട്ടും എന്നാൽ റിച്ച്നെസ്സിനും എലിഗൻസിനും ഒരിക്കലും കുറവ് വരില്ലാത്ത ഒരു കളർ ഷെയ്ഡാണ് ലൈലാക്ക്. ഡാർക്ക് കോംപ്ലക്ഷൻ ആണെങ്കിലും ഫെയർ കോംപ്ലക്ഷൻ ആണെങ്കിലും വീറ്റിഷ് കോംപ്ലക്ഷൻ ആണെങ്കിലും ഒരുപോലെ മാച്ച് ചെയ്യുന്ന ഒരു കളർ, അതും ഒരു ബനാറസി ലുക്കിൽ കാഞ്ചീപുരം വീവിങ് പാറ്റേണിൽ വന്നേക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ സാരി. ബോഡിയിൽ ഫുള്ളായിട്ട് ലൈറ്റ് ഗോൾഡൻ കളറിലുള്ള ജെറിയിലാണ്. ഇപ്പം ലൈറ്റ് വീഴുന്നത് കാരണം ഒരു ഇച്ചിരി ഫ്ലാഷി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. നേരിട്ട് കാണുന്ന സമയത്ത് അത്രയും ഫ്ലാഷി ആയിട്ടല്ല കേട്ടോ ഇത് വരുന്നത്. ഇതൊക്കെ വൺ ഓഫ് ദി ടൈം സാരീസിനകത്ത് നമുക്ക് ഉറപ്പായിട്ടും കളക്ഷനിൽ വെക്കാവുന്ന സാരീസിൻ്റെ കാറ്റഗറിയിൽ തന്നെയാണ്. റിച്ചായിട്ട് നിൽക്കുന്ന ബോർഡർ ഡീറ്റെയിലിംഗ്, എന്നാൽ ആ സാരിയുടെ ബേസ് കളറിനോട് മേർജ് ചെയ്ത് നിൽക്കുന്ന ലുക്കിലാണ് അതിൻ്റെ ബോർഡേഴ്സ് വന്നിരിക്കുന്നത്. അപ്പറിൽ ഇച്ചിരി ചെറിയ ബോർഡർ ആണെങ്കിൽ ലോവറിൽ ഇച്ചിരിയും കൂടെ ലൈൻസ്, അതായത് ഈ ബോർഡർ മാത്രമാണ് അപ്പർ പോർഷനിൽ വന്നിരിക്കുന്നത്. ലോവറിൽ വരുമ്പോൾ ഇച്ചിരിയും കൂടെ വിട്ടുള്ള ബോർഡർ ഡീറ്റെയിലിംഗ് ആണ്. അടുക്കി കുത്താനാണെങ്കിലും വൺ ലെയർ ഇടാനാണെങ്കിലും നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പോൾ ഇത് ഫസ്റ്റായിട്ട് ഓപ്പൺ ചെയ്തേക്കുന്നതുകൊണ്ട് ഇച്ചിരി ഒരു സ്റ്റിഫായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. ആക്ച്വലി അത് ആ ഒരു ഫസ്റ്റ് ഓപ്പണിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ഇത്രയും സ്റ്റാർച്ച് ലുക്ക് പോകും. ഇതാണ് എൻ്റെ പല്ലുവിൻ്റെ പോർഷൻ വന്നേക്കുന്നത്. ഇനി ഇതിൻ്റെ കോഡും പ്രൈസും അല്ലേ ഇത്രയും നേരം നോക്കിയിരുന്നത്. SME 172 എന്ന കോഡിൽ 19,809 പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ സാരി നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ബോഡിയിൽ ഫുള്ളായിട്ട് ആ ലൈറ്റ് സിൽവറിഷ് ഗോൾഡൻ കളറിലുള്ള സെജറിയാണ് വന്നിട്ടുള്ളത്. ആ ഒരു ചെക്ക് ഹണികോമ്പിൻ്റെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ചെറിയ ജോമെട്രിക്കൽ ടച്ചുള്ള സാരി. ആൻഡ് ബോഡിയിൽ ഫുള്ളായിട്ട് ഇത് ഇതുപോലാണ് വന്നിരിക്കുന്നത്. ഇച്ചിരി ലൂസ് യാൻസ് ഉണ്ട്. അപ്പം നമ്മൾ വെയർ ചെയ്യുന്ന ജ്വല്ലറിയിൽ ഒത്തിരി കൊണ്ട് വലിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുക്കി കുത്തി പ്രിഫർ ചെയ്യുന്നതായിരിക്കും കൂടുതലായിട്ട് നല്ലത്. ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക് വന്നിരിക്കുന്നത്. നല്ലൊരു എലിഗൻറ്റ് കളർ പാലറ്റ്. ഇതാണ് എൻ്റെ പല്ലുവിൻ്റെ പോർഷൻ. ആസ് യൂഷ്വൽ ബ്രൊക്കേഡ് പാറ്റേൺ സാരി. ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ബ്രൊക്കേഡ് വീവിങ്ങിനാണ്. അപ്പോൾ ഇത്രയും ഫ്ലാഷി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ സൈഡ് നമുക്ക് നല്ല ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഹാൻഡ്ലൂം സാരി ആയത് കാരണം രണ്ട് സൈഡും ഒരുപോലെ തന്നെയാണ് വന്നേക്കുന്നത്. ചെക്ക് ഇറ്റ് ഔട്ട് ദിസ് കളക്ഷൻ ഇൻ അവർ വെബ്സൈറ്റ്. യുണീക്ക് ആയിട്ടുള്ള ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള ലൈലാക് ടോപ്പ്.